ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗിന്നു ആണേ. അപ്പോൾ എന്തായാലും ഇൻഡിപെൻഡൻസ് ഡേ വരികയാണ്. നമുക്ക് അടിപൊളിയായിട്ടത് ആഘോഷിക്കാം നമ്മുടെ ചാനലിലൂടെ. അപ്പോൾ അതിന് പറ്റിയ ഒരുപാട് സിമ്പിളായിട്ടുള്ള എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റുകൾ നമ്മുടെ ചാനലിൽ ഇന്ന് തൊട്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിക്കാം, നോട്ട് ബുക്കിൽ ഒട്ടിക്കാം, നമ്മുടെ ബുക്കുകളിൽ ഒട്ടിക്കാം, ബോക്സിൽ ഒട്ടിക്കാം, എന്തിൽ വേണമെങ്കിലും ഒട്ടിക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയണമെന്ന് നിർബന്ധം പോലും ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു പിക്ചർ ട്രേസ് ചെയ്തെടുത്താലും മതി. അത് വരച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് സെല്ലോ ടേപ്പാണ്. പിന്നൊരു സംഭവം ഞാൻ ആദ്യം തന്നെ കാണിച്ചത് ബട്ടർ പേപ്പർ ആയിരുന്നു. ഈ ബട്ടർ പേപ്പർ നമുക്ക് മേടിക്കാൻ കിട്ടും, പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം സാരിയോ ഇപ്പോൾ എന്തായാലും ഓണം സീസണാണല്ലോ, നമ്മൾ ഓണക്കോടിയൊക്കെ എന്തായാലും മേടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഷർട്ടോ സാരിയോ ഒക്കെ മേടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായാലും ഈ പേപ്പർ ഉണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഈ സംഭവങ്ങൾ എടുത്ത് വെച്ചിട്ട്, അതായത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന കുറേ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ അടിപൊളി സ്റ്റിക്കേഴ്സ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് ചെയ്യുന്നതാണെങ്കിൽ പോലും നമുക്ക് ഏത് തരത്തിലുള്ള പിക്ചേഴ്സും ഇങ്ങനെ സ്റ്റിക്കറാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ വരയ്ക്കുന്ന ഏത് പിക്ചറും നിങ്ങൾക്ക് സ്റ്റിക്കറാക്കാം. അപ്പോൾ അതിന് ഈ ഒരു ബട്ടർ പേപ്പറിൽ ആദ്യം ഞാൻ ആ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിക്കുകയാണ്. അതിനുശേഷം നമ്മൾ വരച്ച ആ ഒരു പിക്ചറിൻ്റെ മേലിലൂടെ ഒരു കോട്ട് നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് അതും കൂടെ ഇതിൻ്റെ മേളിലേക്ക് ഒട്ടിച്ചെടുത്തിട്ട് കുറച്ച് സ്പേസ്, അതായത് നമ്മൾ ആ ഒരു വൈറ്റ് സ്പേസ് ഇട്ടിരിക്കുന്നതിന് കുറച്ചും കൂടി സ്പേസ് വിട്ടിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ സ്റ്റിക്കർ എങ്ങനെയാണോ ചെയ്യണം അതുപോലെ നമുക്ക് ചെയ്യാം. ഇതിലൊരു സ്റ്റിക്കർ ഞാൻ കുറച്ച് ഗ്ലിറ്റർ പെന്നൊക്കെ കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇതുപോലെ നമുക്കിത് പീൽ ഓഫ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ കുറേ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിലാണെങ്കിലും ഒട്ടിക്കാം കേട്ടോ. ഇത് കുറച്ച് നേരമൊക്കെ എന്തായാലും നിങ്ങളുടെ ഡ്രസ്സിലാണെങ്കിലും സെറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഡ്രസ്സിലോ വാട്ടർ ബോട്ടിലോ നിങ്ങളുടെ ബോക്സുകളിലോ ബാഗിൽ പോലും നമുക്കിത് ഒട്ടിക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ഒരു ബോക്സിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മാർക്കറിലാണ് ഞാനിത് ഒട്ടിക്കുന്നത്. പിന്നെ നമുക്കിഷ്ടമുള്ള എന്തിലും വേണമെങ്കിലും ഞാൻ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ വേണമെങ്കിൽ ഫോണിൻ്റെ കേസിൽ നമുക്ക് ഒട്ടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് പിക്ചറും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ എൻ്റെ ഒരു ബുക്കിൽ ഈ ഒരു സ്റ്റിക്കർ, ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈ ഈ ഒരു ഗ്ലിറ്റർ പേന കൊണ്ട് സെറ്റ് ചെയ്തെടുത്ത ഈ ഒരു ബട്ടർഫ്ലൈ ഞാൻ എൻ്റെ ബുക്കിൽ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് വെറൈറ്റി സംഭവങ്ങൾ ഇത് ഒട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള ഏത് പിക്ചേഴ്സും നമുക്ക് വരച്ച് ഇതുപോലത്തെ സ്റ്റിക്കറാക്കി എടുക്കാം. ആ സ്റ്റിക്കേഴ്സ് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം, നമ്മുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ.